ഹലോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ദേ ഞാനും സൂചേട്ടനും തുമ്പിയും കൂടെ ആദ്യം തന്നെ നേഴ്സറിയിൽ കൊണ്ടാക്കിട്ടോ നമ്മുടെ സുക്രമണിനെ. അതിനുശേഷം ഞങ്ങൾ മൂന്നുപേരും കൂടെ എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പാഞ്ഞോണ്ടിരിക്കാണ്ട്. അപ്പൊ ദേ തുമ്പ് വിചാരിക്കണ്ടാവും എന്നീ രണ്ടുപേരും എന്തിനാണ് ഇത്ര പെടുത്ത് സ്പീഡിൽ കൊണ്ടുപോകണേന്ന് കേട്ടാ. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി വേഗത്തിൽ പോകുന്നത്. റോട്ടിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഇപ്പൊ നമ്മുടെ ബൈപ്പാസിന്റെ അവിടെ നല്ല പണി നടക്കണോണ്ട്, ഫ്ലൈ ഓവറിന്റെ ഒക്കെ ഓരോ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പൊ തിരുവഞ്ചിക്കുളത്തിന്റെ അതിലെ കൂടെ പോകുമ്പോ ഭയങ്കര തിരക്കാണ്. അപ്പൊ കാരണം നോക്കുമ്പോഴാണ് ഇന്ന് വെളുത്തവാവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കറുത്തവാവിനും വെളുത്തവാവിനും തിരുവഞ്ചിക്കുളത്ത് നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ നോർമൽ ഒരു ദിവസമാണ് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കാര്യങ്ങളുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ദേ തുമ്പിനാക്കിക്കൊണ്ട് നമ്മള് കടയിലേക്ക് വന്നിട്ടുണ്ട്. കടയിൽ ഇന്ന് അത്യാവശ്യം ഇത്തിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ സൂചേട്ടൻ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സിബിലും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ഇതൊക്കെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഇങ്ങനെ തമാശകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സൂചേട്ടൻ്റെ പണിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും അഖിലയാണ് കേട്ടോ ഇങ്ങനെ കൂടുതലും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് രാവിലെ കഴിച്ച ഭക്ഷണം പെട്ടെന്ന് തന്നെ ദഹിച്ചെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സുചേട്ടനോട് അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്കൊരു പരിപ്പുവട വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സുചേട്ടൻ പറഞ്ഞു നീ ഇത് ആദ്യം പണി തീർക്കാം, എന്നിട്ട് നമുക്ക് പരിപ്പുവടയൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ആസ് യൂഷ്വൽ ഒരു ദിവസമായിരുന്നു കേട്ടോ. വലിയ പ്രത്യേകത നിറഞ്ഞൊരു ദിവസമൊന്നും അല്ലായിരുന്നു. പിന്നെ എനിക്ക് വലിയൊരു സുഖവും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, 2-3 ദിവസമായിട്ട് ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു സുഖമില്ലാത്തൊരു ദിവസങ്ങളായിരുന്നു കേട്ടോ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സൂചിച്ചേട്ടൻ എന്തേ പരിപ്പുവട, നല്ല ചൂടൻ പരിപ്പുവട മേടിച്ചിട്ട് വന്നിട്ടാ. അപ്പൊ നമ്മുടെ അഖിലേക്കും പരിപ്പുവട ഇഷ്ടമായതുകൊണ്ട് തന്നെ 2-3 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും സൂചിച്ചേട്ടൻ അഖിലയും കൂടെയൊക്കെ ഈ പരിപ്പുവട തിന്നോണ്ടിരിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ കുറച്ചു നേരമൊക്കെ ഒരുവിധം ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ മോളിൽ കയറിയിട്ടാണ് ഞാൻ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭൂരിഭാഗവും തീർക്കാറുള്ളത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, മുകളിലിരുന്നാണ് ഞാൻ ഒട്ടുമിക്ക വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ചോറ് തിന്നാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഈ കറി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ അതേ ഞാനും സൂചേട്ടനും കൂടെ അതേ ചോറൊക്കെ തിന്നാണ് കേട്ടോ. അപ്പൊ സൂചേട്ടനോട് ഞാൻ പറഞ്ഞു ഒരിത്തിരി ഞാൻ കാണിക്കോട്ടെ ചോറ് തന്നെയാണ്. അപ്പൊ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അതേ കസ്റ്റമേഴ്സ് ഒക്കെ വന്നു. അങ്ങനെ അതേ നമ്മളിങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ അതേ നമ്മുടെ മെക്കാനിക്ക് വേഗം സുക്രൂവിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് ദോശ വേണമെന്ന് പറഞ്ഞപ്പോ ദോശ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വാരി കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ വേണ്ട, ഞാൻ ഒറ്റക്ക് തിന്നോളാന്ന് പറഞ്ഞിട്ട്. ആ സുക്രു ഇപ്പൊ കുറച്ചും കൂടെ മെച്ചുവേർഡായി എനിക്ക് തോന്നുന്നു. സുക്രു ഇപ്പൊ ഒറ്റയ്ക്ക് എല്ലാം തിന്നുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ കൊടുത്താലും അവൻ തിന്നോളായിരുന്നു കേട്ടോ. അപ്പൊ അതിനുശേഷം ദേ സൂചേട്ടൻ നമ്മളിതേ പോവാറായി. അങ്ങനെ എത്ര പെട്ടെന്നാണല്ലേ രാവിലെ വൈകുന്നേരം ആവുന്നത്. രാവിലെ നമ്മളിവിടെ വന്നോളൂ, അപ്പൊ തന്നെ വൈകുന്നേരമായി. അപ്പൊ ദേ സുക്രുവിനെയും കൊണ്ട് നമ്മളിതേ തുമ്പിനെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അതായത് രാവിലെ ആവുന്നു രാത്രി ആവുന്നു ഒന്നും അറിയാത്ത പോലെ. അപ്പൊ പോണ വഴിക്ക് നമ്മുടെ ഒരു ചായക്കട ഉണ്ട്, അവിടുന്ന് നമ്മൾ ചായ കുടിക്കാനായിട്ട്. അപ്പൊ ചോറ് തിന്നതിന് ശേഷം നമ്മൾ വേറെ ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് ചായക്കടയിൽ നിർത്തിയിട്ട് നമ്മ കുറച്ച് കടികളൊക്കെ തിന്നിട്ട്. അപ്പൊ അവിടെ നിന്ന് എന്തൊക്കെയാണ് ബോണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് നമ്മുടെ കരുവപ്പെടുന്ന പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലിട്ടാ, കൊടുങ്ങല്ലൂർക്ക് പോണ വഴി ലെഫ്റ്റ് സൈഡിലാണ് ഇതുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ തുമ്പിമോള് ഗർഭിണിയായിരിക്കുമ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളതാണ്, പിന്നെ വന്നിട്ടില്ല. അപ്പൊ അവർ പറയണ ദൈവമേ, ഒരു പ്രസവത്തിന്റെ അവധി എടുത്തിട്ട് 1 വർഷമൊക്കെ ആരെങ്കിലും ഇത്ര അവധി എടുക്കോ എന്ന് വെച്ചാൽ എനിക്ക് ഗർഭിണിയായ സമയത്ത് ഇവരുടെ കടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ഥിരം വരുമായിരുന്നു. അപ്പൊ അവര് പറയണേണ് എന്നിട്ടാണ് ഇത്ര ഗ്യാപ്പ് എടുത്തല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കണം. നമ്മൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ അവിടുത്തെ ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട്. ഇത്തിരി പ്രായമുള്ളവരാണ് എങ്കിലും നമുക്ക് ഭയങ്കര നല്ല ജോളിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും. ഒരു ഭാര്യയും ഭർത്താവുമാണ് അവർ ചായക്കട നടത്തുന്നേ. അപ്പൊ സുക്രു മുട്ട ബജ്ജി തിന്നുന്നുണ്ട്. സുക്രു അങ്ങനെ ഒന്നും കടികളൊന്നും തിന്നണ ടൈപ്പ് അല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ തിന്ന് ശീലിക്കുന്നുണ്ട് കേട്ടോ സുക്രു. അപ്പൊ നമ്മള് ചായയൊക്കെ കുടിച്ചു. അപ്പൊ അമ്മ വിളിക്കുന്നുണ്ട്, തുമ്പി ഏകദേശം നെട്ടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, വേഗം വായോ. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതേ ചായയൊക്കെ കുടിച്ച് നമ്മൾ പോവാണ് കേട്ടോ. കൈയൊക്കെ കഴുകി നമ്മൾ പോവാണ്. അതിനുശേഷം നമ്മൾ ചേരമാൻ്റെ അവിടെയുള്ള വിംബീസിലൊന്ന് കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. സുക്കുറിന് കാടമുട്ട, പിന്നെ ഒരു ബ്രെഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തുമ്പിടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.